താലിയോഗം ഭാഗം 5. അവളുടെ കണ്ണുനീർ നെഞ്ചിൽ വീണൊഴുകുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. അതുപോലെ അവന്റെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു. ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷേ സംഭവിച്ചു. കുറ്റബോധമില്ല, ഒട്ടും തന്നെ. അവന് കുറ്റബോധം ഉണ്ടായിരുന്നില്ല. ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്ക് തന്നെ ഇഷ്ടമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ്. അതവനെ സന്തോഷത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചിരുന്നു. നന്ദിത അർജുന്റെ നെഞ്ചിൽ ചേർന്ന് തളർന്നു കിടക്കുകയായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ നിർത്താതെ ഒഴുകിക്കൊണ്ടിരുന്നു. അവളുടെ ഉള്ളിലെ വേദനയെ പുറത്തു കൊണ്ടുവരുന്ന പോലെയായിരുന്നു. അർജുൻ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. അവളുടെ തല തന്റെ നെഞ്ചിലേക്ക് അമർത്തി. പിന്നെ തന്റെ നെഞ്ചിൽ നിന്നും അവളുടെ മുഖമുയർത്തി. ആ നിമിഷം അവൾ കണ്ണുകൾ അടച്ചു. അത് കണ്ടതും അർജുന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളുടെ നെറ്റിയിൽ പതുക്കെ ചുംബിച്ചു. എന്തിനാ കരയുന്നത് നന്ദ? അവന്റെ ശബ്ദം വളരെ മൃദുവായിരുന്നു. നന്ദിത കണ്ണുകൾ തുറക്കാതെ അപ്പോഴും അടച്ചു പിടിച്ചു. അത് കണ്ടതും അവൻ അവളുടെ 2 കണ്ണുകളിലും മാറി മാറി ചുംബിച്ചു. അപ്പോൾ അവളുടെ കൈകൾ അവന്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചു. എനിക്ക് എനിക്ക് കുറ്റബോധം തോന്നുന്നു അർജുൻ, അവൾ വിങ്ങലോടെ പറഞ്ഞു. അവൻ അവളെ തന്റെ നെഞ്ചിൽ നിന്നും അകറ്റി ബെഡിലേക്ക് കിടത്തി. പിന്നെ അവളുടെ മുഖം തന്റെ കൈകളിൽ എടുത്തു. എന്തിന്? അവൾ കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. അവൾ ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും, നന്ദ, അന്നത്തെ സംഭവത്തിന് ശേഷം ഞാൻ നിന്നെ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു. അവൻ പറഞ്ഞതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി. ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നിരുന്നു. പക്ഷേ നിന്നോട് സംസാരിക്കാതെ നേരിട്ട് അച്ഛനോടും അമ്മയോടും സംസാരിക്കാൻ എനിക്ക് തോന്നിയില്ല. നിന്റെ മാനസികാവസ്ഥ, നന്ദന്റെ അവസ്ഥ എല്ലാം ഞാൻ ഓർത്തു. അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. അവൾ വീണ്ടും കണ്ണുകൾ അടച്ചു. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് സംസാരിക്കാൻ തോന്നിയില്ല. അറിയാതെയാണെങ്കിലും ഞാനും അതിൽ പെട്ടുപോയല്ലോ എന്നോർത്ത് എനിക്ക് ശ്രദ്ധിക്കാമായിരുന്നു എന്നൊരു തോന്നല്. ഞാൻ കാരണം നീ അത്രയും പറഞ്ഞു നിർത്തി. പിന്നെ അർജുൻ ഒന്നും മിണ്ടാതെ അവളെ നോക്കി. പിന്നെ പതുക്കെ പറഞ്ഞു, സത്യം പറഞ്ഞ അന്ന് നീ നന്ദനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് മുതൽ ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ടായിരുന്നു. അവൻ പറഞ്ഞത് കേട്ടതും അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. എനിക്ക് പ്രണയം എന്താണെന്ന് പോലും അറിയില്ല നന്ദിത. പക്ഷേ ഇപ്പോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവൻ അവളെ വീണ്ടും ചേർത്ത് പിടിച്ചു. എനിക്ക് നിന്നെ വേണം. അവൾ നെറ്റിയിൽ വീണ്ടും ഒരു ചുംബനം നൽകി. പിന്നെ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. നീ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറല്ലേ നന്ദ? അവന്റെ ചോദ്യം കേട്ട് അവളുടെ മുഖം പെട്ടെന്ന് മങ്ങി. അവളുടെ ആ മങ്ങിയ മുഖം കണ്ടതും, എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെ വിവാഹം കഴിക്കുന്നതിൽ? അർജുൻ ചോദിച്ചു. പ്രശ്നം നിങ്ങളല്ല അർജുൻ, എൻ്റെ നന്ദൻ. നന്ദിത ആ പേര് പറഞ്ഞതും അർജുൻ കണ്ണുകൾ ചുരുക്കി അവളെ നോക്കി. അവൻ ഇപ്പോഴും അനന്തികയെ വെറുക്കുന്നു. ഞാൻ എൻ്റെ സ്വാർത്ഥതയ്ക്കായി അവനെ വീണ്ടും ആ വേദനയിലേക്ക് തള്ളിയിടാൻ എനിക്ക് പറ്റില്ല. നമ്മൾ വിവാഹം കഴിച്ച അവന് വീണ്ടും അവളെ നേരിടേണ്ടി വരും. അതവന് താങ്ങാൻ പറ്റില്ല. അവളുടെ ശബ്ദം വിങ്ങി. അതുപോലെ തന്നെ നന്ദന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമായ അനന്തികയെ. അവൾ പറഞ്ഞുകൊണ്ട് അർജുന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അവളുടെ അടുത്ത് തന്നെ അവനും കിടക്കുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴും അവളോട് ദേഷ്യമാണ് അർജുൻ. അപ്പോ അർജുനുമായിട്ടുള്ള ഒരു ബന്ധത്തിന് അവർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ പറഞ്ഞത് കേട്ടതും അർജുൻ ശ്വാസം ആഞ്ഞു വലിച്ചു. നന്ദനോട് നീ സത്യം പറഞ്ഞെന്ന് പറഞ്ഞല്ലേ? അർജുൻ ചോദിച്ചതും അവൾ തല കുലുക്കി. പറഞ്ഞു. അപ്പോ അന്ന് നിന്റെ കൂടെ ഉണ്ടായത് ആരാണെന്ന് നീ പറഞ്ഞോ? അർജുൻ ചോദിച്ചു. ഇല്ല, ആ ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് നിങ്ങളാണെന്ന് പറഞ്ഞില്ല. അവൾ പറഞ്ഞതും അവന്റെ കണ്ണുകളിൽ വേദന തെളിഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞില്ല? എൻ്റെ പേര് പറയാൻ പോലും നിനക്ക് പറ്റിയില്ലേ? ഒത്തിരി സങ്കടത്തോടെ അർജുൻ അത് ചോദിച്ചത്. അത് വേണ്ടെന്ന് തോന്നി. ഇനിയും നിങ്ങളുടെ പേര് പറഞ്ഞ
അവന് നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും ദേഷ്യവും വെറുപ്പും തോന്നിയാലോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അവൾ പറഞ്ഞത് കേട്ടതും അവൻ അല്പം ദേഷ്യത്തോടെ എഴുന്നേറ്റിരുന്നു. അതറിഞ്ഞതും അവളും എഴുന്നേറ്റിരുന്നു. ഞാൻ വരട്ടെ, നാളെ തന്നെ നിന്റെ അച്ഛനെയും അമ്മയെയും നന്ദനെയും കാണാൻ. എല്ലാം ഞാൻ പറഞ്ഞോളാം. വേണ്ട, അവൾ പെട്ടെന്ന് അവന്റെ കയ്യിൽ പിടിച്ചു. ഇപ്പൊ വേണ്ട അർജുൻ, ആദ്യം നന്ദനൊന്ന് ശരിയാകട്ടെ. അവന്റെ ദേഷ്യവും വെറുപ്പും എല്ലാം കുറയട്ടെ. ഇപ്പോ ഇതെല്ലാം അറിഞ്ഞ അവൻ ആകെ തകരും. അവന്റെ മനസാന്നിധ്യം കൊണ്ട് മാത്രമാണ് അവന്റെ കാലിന് ചലനശേഷി വീണ്ടും വന്നു തുടങ്ങിയിരിക്കുന്നത്. അവന്റെ മനസ്സ് തകർന്ന അവനാകെ തകരും. വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ഞങ്ങൾ ആരും അവനോട് പറയില്ല. അങ്ങനെ പറഞ്ഞ വീണ്ടും അവന്റെ ശരീരവും മനസ്സും ഒരുപോലെ വീണ്ടും തളരും. അത് പറയുമ്പോൾ അവളുടെ ശബ്ദത്തിൽ അപേക്ഷയായിരുന്നു. അവൻ കുറച്ചു നേരം അവളെ നോക്കി നിന്നു. പിന്നെ പതുക്കെ തല കുലുക്കി. ശരി, പക്ഷേ അവൻ അവളുടെ കൈ മുറുകെ പിടിച്ചു. നീ ഒരു ഉറപ്പ് തരണം, ഇനി എന്നെ കണ്ടാൽ ഒളിച്ചോടില്ല എന്ന്. അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. അവന്റെ കണ്ണുകളിൽ ഈ തവണ ദേഷ്യമല്ല, ഭയം മാത്രം. അവളെ നഷ്ടപ്പെടുമോ എന്ന ഭയം. ഇനി എന്നെ സ്നേഹിക്കാൻ തുടങ്ങണം, എന്നെ പ്രണയിക്കാൻ തുടങ്ങണം, പറ്റുമോ? അവൻ ചോദിച്ചു. അവൾ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവളുടെ കണ്ണുകളിൽ അതിനുള്ള മറുപടി ഉള്ളതുപോലെ അവന് തോന്നി. നിന്നാൽ പ്രണയിക്കപ്പെടാൻ തോന്നുന്നു പെണ്ണെ. അഡ്വക്കേറ്റ് അർജുൻ ദേവരയുടെ ജീവിതത്തില് ഇതുവരെയില്ലാത്ത ഒരു വികാരമാണ് പ്രണയം. അത് നിന്നോട് തോന്നുന്നു. അത് നീ എന്ന പെണ്ണിനാൽ അറിയാൻ തോന്നുന്നു എനിക്ക്. അവൻ അവളുടെ കണ്ണുകളിൽ നോക്കി തന്നെ പതുക്കെ പറഞ്ഞു. പിന്നെ സോറി. അവളുടെ മുഖം രണ്ട് കൈക്കുമ്പിളിലും എടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. ഇന്നത്തേത് തെറ്റാണ്, പക്ഷേ നീ എന്നെ തള്ളി പറഞ്ഞപ്പോ, വേണ്ടാന്ന് പറഞ്ഞപ്പോ നിന്നെ വിട്ടുപോകാൻ എനിക്ക് പറ്റിയില്ല. സോറി. അവൾ പെട്ടെന്ന് അവന്റെ വായ മൂടി. ഇതില് നിങ്ങളുടെ മാത്രം തെറ്റല്ല, എന്റെയും തെറ്റാണ്. അവൾ ആദ്യമായി അവനെ നോക്കി ഒരു ചെറു പുഞ്ചിരി നൽകി. അവൻ അവളുടെ മുഖത്തേക്ക് കുനിഞ്ഞ് അവളുടെ ചുണ്ടുകളിൽ പതിയെ ചുംബിച്ചു. അവൾ കണ്ണുകൾ അടച്ചു. അവൻ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ട് തന്നെ അവളെയും കൊണ്ട് ബെഡിലേക്ക് വീണു. ഇനി എന്നെ കണ്ട മാറിപ്പോകോ? അവൻ പതുക്കെ ചോദിച്ചു. അവൾ തല കുലുക്കി. ഇല്ല. എങ്കില് ഞാൻ നിന്നെ കാണാൻ വരട്ടെ? എപ്പോ? അവൾ ചോദിച്ചു. എനിക്ക് തോന്നുമ്പോഴൊക്കെ. അവന്റെ സംസാരം കേട്ടപ്പോ അവൾ ചെറുതായി പുഞ്ചിരിച്ചു. എവിടെയെന്ന് ഞാൻ പറയും, എപ്പോഴാണെന്നും ഞാൻ പറയും, അവൻ അവളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ പെട്ടെന്ന് അർജുന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. അവളുടെ കണ്ണുനീർ അവന്റെ നെഞ്ചിലേക്ക് നനഞ്ഞു ചേർന്നു. അവൻ പതിയെ അവളുടെ തലയിൽ കൈവച്ച് തലോടി നെറ്റിയിൽ ചുംബിച്ചു. ഇപ്പൊ നിനക്ക് എന്നോട് സ്നേഹം തോന്നുന്നില്ലേ? അവൻ പതിയെ ചോദിച്ചു. അവൾ കുറച്ചു നേരം ഒന്നും പറഞ്ഞില്ല. പിന്നെ പതിയെ തല ഉയർത്തി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. നിങ്ങൾക്ക് എപ്പോഴാണ് എന്നോട് സ്നേഹം തോന്നി തുടങ്ങിയത്? അവൾ തിരിച്ചു ചോദിച്ചു. അത് കേട്ടതും ഒരു കുറുമ്പുള്ള ചിരി അവന്റെ ചുണ്ടിൽ തെളിഞ്ഞു. അവൻ തന്റെ നെറ്റി അവളെ നെറ്റിയോട് ചേർത്തു. അന്ന്, ആ സംഭവത്തിന് ശേഷം. അവന്റെ മറുപടി കേട്ടതും അവളുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു. അത് ഞാനാണെന്ന് എങ്ങനെ മനസ്സിലായി? അവൻ അല്പം നേരെ കിടന്ന് അവളെ നോക്കി. ഞാൻ ആരാണെന്ന് മറന്നോ? അഡ്വക്കേറ്റ് അർജുൻ ദേവരയ്യരാണ് ഞാൻ, അവൻ പറഞ്ഞു. അതിന് അവൾ ചെറുതായി ചിരിച്ചു. അറിയാം, പക്ഷേ എങ്ങനെ? അവന്റെ മുഖം അല്പം ഗൗരവമായി. പിന്നെ അവൻ പതിയെ പറഞ്ഞു തുടങ്ങി. അന്ന് ആ റൂമിൽ എനിക്ക് ആദ്യം തോന്നിയത് ഞാൻ കുടിച്ച ഡ്രിങ്കിൽ എന്തോ കലർത്തിയെന്നായിരുന്നു. മയക്കുമരുന്ന് പോലെയല്ല, പക്ഷെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ചൂടിലേക്ക് തള്ളുന്ന ഒരു ഉത്തേജന മരുന്ന്. അവൻ അല്പം നിശബ്ദമായി. എന്താണെന്ന് എനിക്ക് ഇന്നും കൃത്യമായി അറിയില്ല. നന്ദിത അവനെ തന്നെ നോക്കി. അവൾ നിശബ്ദമായി കേട്ടുകൊണ്ടിരുന്നു. കണ്ണു തുറന്നപ്പോ എന്റെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. അവൻ അവളുടെ കൈ പിടിച്ച് തന്റെ നെഞ്ചിലേക്ക് വെച്ചു. അവന്റെ ഹൃദയമിടിപ്പ് ശക്തമായി അവളുടെ കയ്യിൽ തട്ടിക്കൊണ്ടിരുന്നു. ഇവിടെ അന്ന് മുതൽ ഒരു പിടച്ചിലായിരുന്നു നന്ദ. അവളുടെ വിരലുകൾ അവന്റെ നെഞ്ചിൽ മുറുകി. അപ്പോഴാണ്
എന്റെ കയ്യിൽ എന്തോ കുത്തിയതുപോലെ തോന്നി. തപ്പി നോക്കിയപ്പോൾ കിട്ടിയത് ഒരു ഇയറിംഗ് ആയിരുന്നു. നന്ദിതയുടെ കണ്ണുകൾ വിടർന്നു. വിടർന്ന കണ്ണോടെ അവൾ അവനെ നോക്കി. ആ ഇയറിംഗ് ഞാൻ കണ്ടിട്ടുണ്ട് നിന്നിൽ. അവൻ പറഞ്ഞതും അവൾ ശ്വാസം പിടിച്ചു കിടന്നു. അന്ന് പാർട്ടിയിൽ നീ വന്നിരുന്ന ബ്ലാക്ക് ഡ്രസ്സിൽ. അവൻ അവളുടെ കവളിൽ വിരൽ കൊണ്ട് തഴുകി. ബ്ലാക്ക് എന്റെ ഫേവറിറ്റ് കളറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ കൂടുതൽ ശ്രദ്ധിച്ചത്. അതിൽ കാണാൻ നല്ല സുന്ദരിയായിരുന്നു. അത് കേട്ട് അവളുടെ മുഖം ചെറുതായി ചുവന്നു. പിന്നെ ഞാൻ വേഗം തന്നെ ഫ്രഷായി വന്നു. വീണ്ടും എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്നറിയാൻ ഞാൻ അവിടെ ഒന്ന് നോക്കി. അപ്പോഴാണ് ആ വെളുത്ത ബെഡ്ഷീറ്റിൽ ഞാൻ നിന്നെ സ്വന്തമാക്കിയതിന്റെ അടയാളം എന്നതുപോലെ തെളിവ് ഞാൻ കണ്ടത്. അത് കണ്ടപ്പോ അറിയാതെ കണ്ണുകൾ നിറഞ്ഞു. പിന്നെ അവന്മാരോട് വല്ലാത്ത ദേഷ്യം തോന്നി. പിന്നെ അത് നീ തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ തുടങ്ങി. ആ റിസോർട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്, അവൻ ചെറിയൊരു ചിരിയോടെ പറഞ്ഞു. അങ്ങനെ CCTV കണ്ടു നിന്നെ ആ റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ നീ പുറത്തേക്കിറങ്ങി ഭിത്തിയിൽ ചാരി നിന്ന് കരയുന്നത്. ആരെയോ കണ്ട് നീ മാറിപ്പോകുന്നത്. നന്ദിതയുടെ കണ്ണുകളിൽ വീണ്ടും കണ്ണുനീർ നിറഞ്ഞു. അന്ന് നിന്നെ അങ്ങനെ കണ്ടപ്പോ എനിക്ക്... അവൻ അവളുടെ കൈ വീണ്ടും തന്റെ നെഞ്ചിലേക്ക് അമർത്തി. ഇവിടെ വല്ലാത്തൊരു വിങ്ങലായിരുന്നു. പിന്നെ നിന്നെ കാണാൻ നിന്റെ വീടിന്റെ മുന്നിൽ എത്ര ദിവസം നിന്നെന്നറിയാമോ? അവൾ ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ കണ്ടില്ല, അവൾ പതുക്കെ പറഞ്ഞു. അതിന് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണ്ടേ? കുറച്ചു ദിവസം നിന്നെ വീടിന് പുറത്ത് കണ്ടേയില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ നിന്നെ കണ്ടിരുന്നു, നിന്റെ കൂട്ടുകാരിയുടെ കല്യാണത്തിന്. കൂട്ടുകാരിയുടെ ഒപ്പം. അവന്റെ ശബ്ദം മൃദുവായി. സുന്ദരിയായിരുന്നു നിന്നെ കണ്ടപ്പോ. എനിക്ക് സന്തോഷം തോന്നി. പക്ഷേ നിന്റെ കണ്ണുകളിലെ തിളക്കക്കുറവ് കണ്ടപ്പോ വേദനയും. നന്ദിതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പോൾ എനിക്കിതെല്ലാം ചെയ്തവരെ കൊല്ലാനാണ് തോന്നിയത്. അവൻ പറഞ്ഞതും അവൾ ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോ ഇതെല്ലാം ചെയ്തവർ? അവർക്കുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്, അവൻ ചെറുതായി കണ്ണു ചിമ്മി പറഞ്ഞു. നന്ദിത അതിശയത്തോടെ അവനെ നോക്കി. അല്ലെങ്കിൽ പിന്നെ അന്ന് ബോധം കെടുത്തി കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അവൻ പറഞ്ഞത് കേട്ടതും അവൾ ഒന്നും മനസ്സിലാകാത്തതുപോലെ കണ്ണു വിടർത്തി അവനെ നോക്കി. ആ, സത്യമായിട്ടും അന്ന് ബോധം കെടുത്തി കൊണ്ടുപോകേണ്ടിയിരുന്നോ? അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. മര്യാദയ്ക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ നിന്നെ സ്വന്തമാക്കിയേനെ. ഇതിപ്പോ നമ്മുടെ ആദ്യത്തെ കൂടിച്ചേരൽ പോലും ഓർത്തിരിക്കാൻ പറ്റാത്ത പോലെ ആയിപ്പോയില്ലേ? നശിപ്പിച്ചു കളഞ്ഞില്ലേ അവന്മാര്? അവൻ പറഞ്ഞതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. അടുത്ത നിമിഷം അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചതും അവളുടെ ചുണ്ടുകൾ കൂർത്തു. അവൻ ആ കൂർത്ത ചുണ്ടുകൾ അവന്റെ ചുണ്ടുകളുടെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് ചെറുതായി നുണഞ്ഞു. ഇപ്പോൾ പോലും നിന്നെ വിട്ടുപോകാൻ തോന്നുന്നില്ല. അവന്റെ ശബ്ദം വളരെ ആർദ്രമായിരുന്നു. അതിൽ ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു. ഞാൻ വരട്ടെ നന്ദ? നന്ദനോട് സംസാരിക്കട്ടെ? കാലിൽ വീണിട്ടാണെങ്കിലും നിന്നെ ചോദിക്കട്ടെ? അത് പറയുമ്പോൾ അവന്റെ വാക്കുകൾ വെങ്ങി. നന്ദിത അവനെ നോക്കി. കണ്ണുകൾ നിറഞ്ഞെങ്കിലും ഇപ്പോ അതിൽ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം മാത്രമല്ല, പ്രണയവും ഉണ്ടായിരുന്നു. അവൾ അവന്റെ കവളിൽ പിടിച്ചുകൊണ്ട് ആദ്യമായി മനസ്സ് നിറഞ്ഞ് പ്രണയത്തോടെ അവന്റെ നെറ്റിയിൽ അവളുടെ ചുണ്ടുകൾ ചേർത്തു. അവൻ കണ്ണുകൾ അടച്ച് അവളുടെ ആദ്യ ചുംബനം സ്വീകരിച്ചു. പിന്നെ അവൾ പതുക്കെ പറഞ്ഞു, കാത്തിരിക്കോ എനിക്ക് വേണ്ടി, എന്റെ നന്ദു ഒന്ന് സുഖം പ്രാപിക്കുന്നത് വരെ? കാത്തിരിക്കും. അവൻ ഒരു നിമിഷം പോലും ആലോചിക്കാതെ പറഞ്ഞു. നിന്റെ സമ്മതത്തോടെ, നിന്റെ സന്തോഷത്തോടെ നിന്നെ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. അവൾ പതുക്കെ അവന്റെ കവിളിൽ കൈവച്ചു. അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അതിന് ആദ്യം എന്റെ നന്ദു സമ്മതിക്കണം. അവൾ പറഞ്ഞതും ഈ അർജുൻ ദേവരയ്യർ ഇതുവരെയും ആരുടെ മുന്നിലും തല കുനിച്ചിട്ടില്ല, താഴ്ന്നു കൊടുത്തിട്ടില്ല. പക്ഷെ എന്റെ അളിയന്റെ മുന്നിൽ വേണമെങ്കിൽ ഞാനൊന്ന് താഴാം. അത് എന്തിനാണെന്നറിയോ? നിന്നെ എന്റെ മുന്നിൽ എത്തിച്ചതിന്. അവര് തമ്മില് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ നീ എന്റെ മുന്നിൽ വരുമായിരുന്നോ? അവൻ പറഞ്ഞതും അവൾ അവന്റെ നെഞ്ചിൽ പതിയെ കടിച്ചു. ആ! അവനിൽ നിന്നും ശബ്ദം കേട്ടതും അവൾ മുഖമുയർത്തി നോക്കി. എന്റെ അനിയന് ഇങ്ങനെ വന്നത് നന്നായി എന്നാണ് പറയുന്നത്? അവൾ മുഖം കൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചതും അങ്ങനെ ഞാൻ പറഞ്ഞില്ല. എന്റെ മുന്നിലേക്ക് നിന്നെ കൊണ്ടുവന്ന് നിർത്തിയത് എന്റെ അനിയനും എന്റെ അളിയനും കൂടി ചേർന്നാണല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. അവൻ പറഞ്ഞതും
അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയോ? ഞാൻ കണ്ടിട്ടുള്ള അർജുൻ ദേവരയ്യർ ഒന്ന് ചിരിക്കുക കൂടി ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അവൾ പറഞ്ഞതും എനിക്കും അത്ഭുതം തോന്നുന്നു. ഈ ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് വന്നപ്പോ വന്ന മാറ്റങ്ങളെ അവൻ പറഞ്ഞുകൊണ്ട് അവളെ മലർത്തി കിടത്തി. അവൾക്ക് മുകളിലായി കൈ കുത്തി നിന്നുകൊണ്ട് പറഞ്ഞു, നന്ദ, എത്രയും വേഗം നന്ദൻ സുഖം പ്രാപിക്കട്ടെ. എന്നിട്ട് ഞാൻ സംസാരിക്കാം നന്ദനോടും അച്ഛനോടും അമ്മയോടും. പക്ഷേ അതുവരെ എപ്പോഴും നീ എൻ്റെ കൂടെ ഉണ്ടാകണം. ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതത്തില് ഞാൻ അന്നത്തെ സംഭവത്തിന് ശേഷം അറിയാതെയാണെങ്കിലും നിന്നെ സ്വന്തമാക്കിയതിനു ശേഷം ഞാൻ മനസ്സമാധാനമായിട്ട് ഉറങ്ങിയിട്ടില്ല. നിന്റെ സാമീപ്യം എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നു. ഉറങ്ങാൻ പറ്റാറില്ലായിരുന്നു. പിന്നെ നമ്മൾ അന്ന് ഒന്നു ചേർന്ന റൂമില് ആ ബെഡ്ഷീറ്റും ഞാനന്ന് എടുത്തിരുന്നു. എൻ്റെ റൂമില്, എൻ്റെ വീട്ടില് ഞാനതിട്ടാണ് ഇപ്പോൾ ഉറങ്ങുന്നത്. അവൾ അത്ഭുതത്തോടെയും നാണത്തോടെയും അവനെ നോക്കി. അവൻ പതിയെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. നിന്നെ സ്വന്തമാക്കണം എന്നല്ല, നിന്നെ നഷ്ടപ്പെടാൻ ഞാൻ തയ്യാറല്ല. നീ എന്നെ സ്നേഹിക്കാതിരുന്നാലും ഏതു വിധേനയും നിന്നെ ഞാൻ എൻ്റെ കൂടെ കൂട്ടണം എന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാൻ കാത്തിരിക്കുമായിരുന്നു. പക്ഷേ നീ സമ്മതിച്ചില്ല. എന്നെ ദേഷ്യം പിടിപ്പിച്ചു. നനഞ്ഞൊട്ടിയ ആ സാരിയിൽ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് എന്നെ പ്രലോഭിപ്പിച്ചു. ഇപ്പോ ഇവിടം വരെ എത്തിച്ചപ്പോ സമാധാനയില്ലേ? അവൻ ചോദിച്ചതും അവൾ ദേഷ്യത്തോടെ അവനെ തള്ളി മാറ്റാൻ പോയി. അവൾ 2 കൈകൊണ്ടും അവന്റെ നെഞ്ചിൽ പിടിച്ച് തള്ളിയതും പെട്ടെന്ന് അവൻ ആ 2 കൈയും പിടിച്ച് 2 ഭാഗത്തേക്കും വെച്ചു. അവന്റെ കൈകൾ അവളുടെ 2 കൈകളുമായി കോർത്തു. അവന്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അവൻ പൂഴ്ത്തി. അവൾ കണ്ണുകൾ അടച്ചു. അവന്റെ ശ്വാസം അവളുടെ കഴുത്തിൽ ചൂട് പകർന്നുകൊണ്ടിരുന്നു. പിടയാൻ പോലും അവൾക്ക് സാധിച്ചില്ല. അവന്റെ ശരീരം അവളുടെ ശരീരത്തിലേക്ക് അമർന്നിരുന്നു. വീണ്ടും ഒരു ഒന്നുചേരലിന് തുടക്കം കുറിക്കുകയായിരുന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ഭാഗങ്ങളെല്ലാം പുതിയതായിരിക്കും. ഇനി കണ്ടിന്യൂസ് ആയിട്ട് എല്ലാം പുതിയ ഭാഗങ്ങളായിരിക്കും വരുന്നത്. ഈ ചാനലിൽ തന്നെ നമ്മുടെ സ്റ്റോറികളെല്ലാം ഇനി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.